BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. M5 ലൈവിലേക്ക് സ്വാഗതം. മുനമ്പത്തിന് പിന്നാലെ തളിപ്പറമ്പ് നഗരത്തിലും പരിസരത്തും 400 ഏക്കർ സ്ഥലം വഖഫിൻ്റെതാണെന്ന് കാട്ടി വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് കേരളത്തിന്റെ പൊതുസ്വത്ത് കൈയടക്കാനുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ശ്രമത്തിന്റെ ഭാഗമാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. തളിപ്പറമ്പ് നഗരസഭയടക്കം 400 ഏക്കർ ഭൂമിയാണ് വഖഫ് ഉമീദ് പോർട്ടലിൽ തങ്ങളുടേതാണെന്ന് പറഞ്ഞ് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുസ്ലിങ്ങളടക്കം 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. കപ്പാലം ജമാഅത്ത് പള്ളി പരിസരം, മന്ന ബദരിയ നഗർ, ഫറൂഖ് നഗർ, കരിമ്പം പ്രദേശങ്ങൾ, സമീപ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ സ്ഥലമാണ് വഖഫിൻ്റെതാണെന്ന അവകാശവാദം ഉയർത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ സ്ഥലം വഖഫ് ബോർഡിൻ്റെതാകുന്നത് എന്നത് സംബന്ധിച്ച ആധികാരികമായ രേഖകളോ മറ്റുള്ള കാര്യങ്ങളോ ഇതുവരെ പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ വഖഫ് ബോർഡിന് കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തുള്ള വഖഫ് ബോർഡ് കേരളത്തിലെ UDF സർക്കാരിന് പണികൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതെന്നാണ് ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ പോലും ആരോപിക്കുന്നത്. അതേസമയം തളിപ്പറമ്പിലെ ക്ഷേത്രങ്ങളും നഗരസഭയും അടക്കമുള്ള പൊതുസ്വത്തുക്കളും മറ്റു സമുദായങ്ങളുടെ സ്വത്തുക്കളും കൈയടക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. നേരത്തെ വൈപ്പിനിലെ മുനമ്പം പ്രദേശത്ത് 404 ഏക്കർ സ്ഥലം വഖഫ് സ്വത്താണെന്ന് അവകാശപ്പെടുകയും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഫറൂഖ് കോളേജിന് തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകിയതാണ് ഈ സ്ഥലം. തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകിയ സ്ഥലം ശ്രീ പത്മനാഭസ്വാമിയുടെ സ്വത്താണെന്നാണ് ഹിന്ദു സംഘടനകളുടെ അവകാശവാദവും നിലപാടും. കേന്ദ്ര സർക്കാരും രാജപ്രമുഖരും തമ്മിൽ ഒപ്പിട്ട കവണന്റ് അനുസരിച്ച് ഈ സ്ഥലം ശ്രീ പത്മനാഭന്റേതാണെന്നും പാട്ടഭൂമിയിൽ വഖഫ് ബോർഡിന് അവകാശവാദം ഉന്നയിക്കാനാവില്ലെന്നും ഹിന്ദു സംഘടനകൾ പറയുന്നു. വഖഫ് ബോർഡ് ഉയർത്തിയ അവകാശവാദം നിയമവിരുദ്ധമാണെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നു. പ്രശ്നത്തിന് 10 മിനിറ്റ് കൊണ്ട് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ ഊരാക്കുടുക്കിലേക്കാണ് നീങ്ങുന്നത്. മുനമ്പത്തിന് പിന്നാലെ തളിപ്പറമ്പ് കൂടി പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സ്വൈരം കെടുത്തുമെന്നുള്ളത് ഉറപ്പാണ്. മുസ്ലിം ലീഗ് കൂടി ഭരണത്തിലുള്ളതോടെ എങ്ങനെ ഈ പ്രശ്നത്തിന് രമ്യമായി പരിഹാരമുണ്ടാക്കുകയും സാധാരണക്കാരുടെ ജീവിതത്തെയും സാധാരണക്കാരുടെ പാർപ്പിടത്തെയും ബാധിക്കാതെ പരിഹരിക്കും എന്നുള്ളതുമാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. നന്ദി, നമസ്കാരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.